ഹായ് എവരി വൺ. SSLC മാത്സ് അരിത്മെറ്റിക് സീക്വൻസിന്റെ വർക്ക്ഷീറ്റ് 3യുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വർക്ക്ഷീറ്റ് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതാണ്. നോക്കൂ, ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എറണാകുളം വരാപ്പുഴ HIBHSലെ ഗണിത അധ്യാപകനായിരുന്ന ജോൺ PA സാറാണ്. DRG SRG മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു ഗണിത അധ്യാപകനായിരുന്ന അദ്ദേഹം ഇപ്പോഴും ദിനപത്രങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ഗണിതപരമായ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നു എന്നുള്ളത് വളരെ ഭാഗ്യം തന്നെയാണ്. നിങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പ്രോബ്ലംസിനെ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറമുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ട് അനാലിറ്റിക്കൽ തിങ്കിങ് നിങ്ങളിൽ വളർത്തുക എന്നുള്ളതാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വർക്ക്ഷീറ്റുകളുടെ PDF കിട്ടുന്നതിന് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അത് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണം, മറ്റുള്ളവരിലേക്കും എത്തിക്കണം. കൂടാതെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അത് മറ്റുള്ളവരിലേക്ക് ഈ ക്ലാസ്സുകൾ എത്തിക്കാൻ വളരെ പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും കമന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, വർക്ക്ഷീറ്റ് 3 എന്താണ് കൺസെപ്റ്റ്സ് എന്ന് നോക്കാം. കൺസെപ്റ്റ്സ് പറയുന്നത് ദ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ നമ്പർ ആൻഡ് ആഡിങ് എ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് അരിത്മെറ്റിക് സീക്വൻസ്. ഇതുവരെ നമ്മൾ 2 വർക്ക്ഷീറ്റിലും നമ്പർ സീക്വൻസ് എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിലേക്ക് കടക്കുകയാണ്. ക്ലിയർ? സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണി ഉണ്ടാകുന്നത്? ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 എന്ന നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരേ നമ്പർ ആഡ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്യണം. അതായത് ഒരേ നമ്പർ കൂട്ടി പോകുന്ന ശ്രേണി. ഞാൻ 3 കൂട്ടി പോകുന്നതെങ്കിൽ 2നോട് 3 കൂട്ടിയാൽ 5 കിട്ടും. 5നോട് വീണ്ടും 3 കൂട്ടിയാൽ 8, 8നോട് വീണ്ടും 3 കൂട്ടിയാൽ 11, ഇങ്ങനെ തുടരുന്നത് അല്ലേ? അപ്പൊ ഇതിലെ റൂൾ എന്താണ്? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 വീതം വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയാണ് ഇത്. ഇതിനെയാണ് ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ വീണ്ടും കൂട്ടിക്കിട്ടുന്ന ഇത്തരം ശ്രേണിക്കാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കൺസെപ്റ്റ്, ദ നമ്പർ ആഡിങ് റിപ്പീറ്റഡ്ലി. നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ 3 ആണ് അല്ലേ? ആ ആഡ് ചെയ്യുന്ന ആ നമ്പറിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് ക്ലിയർ അല്ലേ? കോമൺ ഡിഫറൻസ്, അതായത് അതിന്റെ മലയാളം എന്താണ്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പറാണ്, ഒരേ സംഖ്യയാണ് ആഡ് ചെയ്തു പോകുന്നത്. ആ സംഖ്യക്കാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ് പൊതുവ്യത്യാസം എന്ന് പറയാൻ കാരണം? നിങ്ങൾ ഇതിന്റെ ഒരു സംഖ്യയിൽ നിന്ന് അതിന്റെ തൊട്ടു മുമ്പത്തെ സംഖ്യ കുറച്ചാൽ നിങ്ങൾ ആ ആഡ് ചെയ്ത നമ്പർ കിട്ടും അല്ലെ? 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണ്, ആ വ്യത്യാസം 3 ആണ്. 8ൽ നിന്ന് 5 കുറച്ചാലും ആ വ്യത്യാസം 3 തന്നെയാണ്. കോമൺ ആണ് ആ ഡിഫറൻസ്. അതുകൊണ്ടാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവായ വ്യത്യാസം, പൊതുവ്യത്യാസം എന്ന് പേര് വന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് സമാന്തര ശ്രേണി? ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പർ വീണ്ടും കൂട്ടിക്കിട്ടുന്ന ആ സീക്വൻസ് ശ്രേണിക്കാണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇതിലെ ആ കൂട്ടിപ്പോകുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് വർക്ക്ഷീറ്റിലെ പ്രോബ്ലംസിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, ഇവിടെ വർക്ക്ഷീറ്റ് 3ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, നന്നായി വായിച്ചു നോക്കുക. മഞ്ജു ഈസ് ബേക്കിംഗ് എ കേക്ക് ടുഡേ. ഷീ ബേക്ക് ദ കേക്ക് എവരി 5th day. ടുഡേ ഈസ് എ തേഴ്സ്ഡേ. എന്താണ് അവര് പറഞ്ഞത്? മഞ്ജു കേക്ക് ഉണ്ടാക്കുന്നത് ഇന്ന് കേക്ക് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഷീ ബേക്ക് ദ കേക്ക് എവരി 5th day. ഓരോ 5 ദിവസം കൂടുമ്പോഴാണ് മഞ്ജു കേക്ക് ഉണ്ടാക്കുന്നത്. ഇന്ന് തേഴ്സ്ഡേ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ സീക്വൻസ് റിലേറ്റഡ് ടു തേഴ്സ്ഡേ.
തേഴ്സ്ഡേ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് കിട്ടുന്ന സീക്വൻസ് എഴുതുക, സംഖ്യാശ്രേണി എഴുതുക. വ്യാഴാഴ്ചയെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരു സംഖ്യാശ്രേണി എഴുതുക എന്നാണ് ചോദ്യം. ക്ലിയർ? വ്യാഴാഴ്ചയെ അടിസ്ഥാനമാക്കി, തേഴ്സ്ഡേയെ അടിസ്ഥാനമാക്കി എങ്ങനെ സീക്വൻസ് എഴുതും? ഇനി ഇന്ന് കഴിഞ്ഞാൽ അടുത്ത തേഴ്സ്ഡേ വരിക 7 days കഴിഞ്ഞിട്ട് അല്ലെ, പിന്നെ 14th, പിന്നെ 21. ക്ലിയർ? 7 days. അപ്പൊ 7 മൾട്ടിപ്ലൈ 7, 14, 21 എക്സെട്ര എന്ന ഒരു സീക്വൻസ് ഇവിടെ കിട്ടുകയാണ് അല്ലെ. തേഴ്സ്ഡേയെ അടിസ്ഥാനമാക്കി നമ്മൾ നമ്പർ സീക്വൻസ് എഴുതുകയാണെങ്കിൽ 7, 14, 21 തുടങ്ങിയ സീക്വൻസ് സംഖ്യാശ്രേണി നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നമ്പർ ബേക്കിംഗ് ഡേയ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെ, കേക്ക് ഉണ്ടാക്കുന്ന ദിവസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ശ്രേണി എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 5 ദിവസം കൂടുമ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം അത്? ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. 5 അല്ലേ? പിന്നെ 10ാമത്തെ ദിവസം വീണ്ടും കേക്ക് ഉണ്ടാക്കും, 15ാമത്തെ ദിവസം വീണ്ടും കേക്ക് ഉണ്ടാക്കും, 20th ദിവസം കേക്ക് ഉണ്ടാക്കും, അങ്ങനെ പോകും അല്ലെ. ഇതാണ് ബേക്കിംഗ് ഡേയ്സിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ സീക്വൻസ് എഴുതുകയാണെങ്കിൽ അത് നമ്പറുമായി കണക്ട് ചെയ്യുകയാണ്. ക്ലിയർ? എല്ലാതും നമ്പറുമായി കണക്ട് ചെയ്തിട്ടാണ് ഗണിതാശയങ്ങൾ ഉണ്ടാവുന്നത്. ആ ഗണിത ശ്രേണി ഉണ്ടാകുന്നത് ആ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ബി ബിഫോർ ഷീ നെക്സ്റ്റ് ബേക്സ് കേക്ക് ഓൺ എ തേഴ്സ്ഡേ? അവര് പറഞ്ഞ ദിവസം വ്യാഴാഴ്ചയാണെങ്കിൽ ഇനി കേക്ക് ഉണ്ടാക്കാൻ എത്ര ദിവസം ബാക്കിയുണ്ട് ചോദിച്ചാ തെറ്റരുത്. അടുത്ത തേഴ്സ്ഡേ ആണ് എന്ന് പറയരുത്. അടുത്ത തേഴ്സ്ഡേ അല്ല, അവര് 5 ദിവസം കൂടുമ്പോ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് തേഴ്സ്ഡേ ആണ് എന്ന് പറഞ്ഞതിൽ നിന്ന് ആ ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് അടുത്ത തേഴ്സ്ഡേ ആണ് കേക്ക് ഉണ്ടാക്കുക, കേക്ക് ബേക്ക് ചെയ്യുക എന്നർത്ഥമില്ല. ക്ലിയർ? നന്നായി ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം. ഓരോ 5th ഡേയിലും എവരി 5th ഡേയിലും കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതായത് തേഴ്സ്ഡേ ആണ് എന്നുള്ളതല്ല അവിടെ പ്രധാനം, 5 ദിവസമാണ് ബാക്കി നിൽക്കുന്നത് അല്ലേ. ഇന്ന് കേക്ക് ഉണ്ടാക്കുന്ന ദിവസത്തിൽ നിന്ന് പിന്നെ അടുത്ത കേക്ക് ഉണ്ടാക്കാൻ 5 ദിവസം 5 days ആണ് നിൽക്കുന്നത്. ക്ലിയർ? ബാക്കിയുള്ളത് ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ബിഫോർ ഷീ നെക്സ്റ്റ് ബേക്സ് എ കേക്ക് ഓൺ എ തേഴ്സ്ഡേ എന്നാണ്. ശരിയല്ലേ? അപ്പൊ നെക്സ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് 5 ദിവസം നിൽക്കുന്നുണ്ട്. ക്ലിയർ? നോക്കൂ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 7 ആൻഡ് കോമൺ ഡിഫറൻസ് 3. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടേം 7 ആണെന്നും കോമൺ ഡിഫറൻസ് 3 ആണ്. അതായത് ആദ്യപദം 7ഉം പൊതുവ്യത്യാസം 3ഉമാണ് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ. റൈറ്റ് ദ സീക്വൻസ്. ആ ശ്രേണി എഴുതുക, സീക്വൻസ് എഴുതുക. എളുപ്പമല്ലേ? എല്ലാവരും എഴുതി. അതിന് എന്റെ സഹായം വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. വേഗം എഴുതിക്കോളെ. എന്താണ് ആദ്യ പദം? 7. ഫസ്റ്റ് ടേം 7, 7. പിന്നെ എത്രയാണ് കോമൺ ഡിഫറൻസ്? ഡി. എത്രയാണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് 3 ആണ്. പൊതുവ്യത്യാസം 3 ആണ്. ആ പൊതുവ്യത്യാസം എന്ത് ചെയ്യും? നമ്മള് 3 വീതം എന്ത് ചെയ്യും? കൂട്ടി എഴുതും അല്ലെ. 7 3 10, 10 3 13, 13 3 16 എക്സെട്ര ആയിരുന്നു കേട്ടോ. തുടർന്ന് പോവുകയാണ് അല്ലേ. അപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിവൈഡ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ബൈ ദ കോമൺ ഡിഫറൻസ് എന്നാണ്. നിങ്ങൾ ഇതിലെ ഓരോ പദത്തെയും അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് 3 കൊണ്ടാണ് ഹരിക്കേണ്ടത്. റൈറ്റ് ദ റിമൈൻഡേഴ്സ് ആസ് എ സീക്വൻസ്. നിങ്ങൾക്ക് കിട്ടുന്ന ആ റിമൈൻഡർ ശിഷ്ടങ്ങൾ ഉണ്ടല്ലോ, അത് ശ്രേണിയായി എഴുതുക എന്നാണ് ചോദ്യം. എന്താണ് ഇതിലെ ഓരോ ടേമിനെയും 7നെ നിങ്ങൾ പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിക്കാം. 7നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ശിഷ്ടം? ഇതുപോലെ ഹരിച്ചു നോക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 3 2 6, ബാക്കി വരുന്നത് 1 ആണ് അല്ലേ. അപ്പൊ റിമൈൻഡർ 1, ആദ്യത്തേലും 1 ആണ്. ഇനി രണ്ടാമത്തെ 10നെ 3 കൊണ്ട് ഹരിക്കുക. 10ൽ 3 എത്ര തവണ? 3 9, ബാക്കി 1 തന്നെയാണ്. റിമൈൻഡർ 1 അല്ലെ, ശിഷ്ടം 1. 13നെയും ഇതുപോലെ നിങ്ങൾ ഹരിച്ചു നോക്കുമ്പോൾ ശിഷ്ടം ഈ സീക്വൻസിൽ ഒരേ നമ്പർ തന്നെയാണ് ശിഷ്ടങ്ങളായിട്ട് വരുന്നത്, അതായത് ടേംസ് ആയിട്ട് വരുന്നത് അല്ലെ. ഈ ശ്രേണിയിലെ പദങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്.
1 എന്ന സംഖ്യയാണ്. അടുത്ത ചോദ്യം, ഈസ് 123 എ ടേം ഓഫ് ദി സീക്വൻസ്? മക്കളെ നിങ്ങൾ എങ്ങനെ ആലോചിച്ചേ? 123 ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ പദമാണോ എന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? തൊട്ടു മുമ്പ് എന്താ ചെയ്തേ? പദങ്ങൾ ഇതിലെയുള്ള എല്ലാ ടേമിനെയും പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചപ്പോ നിങ്ങൾക്ക് തുല്യമായ ശിഷ്ടങ്ങളാണ് കിട്ടിയത് അല്ലേ? റിമൈൻഡേഴ്സ് ഒക്കെ സെയിമായിട്ട് 1 തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ടേം ആവണമെങ്കിൽ 123 ഇതിലെ ടേം ആണെങ്കിൽ എളുപ്പമല്ലേ പരിശോധിക്കാൻ? എന്ത് പരിശോധിച്ചാൽ മതി? 123നെ പൊതുവ്യത്യാസം കൊണ്ട് 3 കൊണ്ട് ഹരിച്ചു നോക്കുക. ശിഷ്ടം എത്ര കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കി നോക്കാം. 123നെ 3 കൊണ്ട് പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചു നോക്കുക. എല്ലാവരും ചെയ്യാം. അല്ലേ? 123നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ശിഷ്ടം വരുന്നത്? റിമൈൻഡർ 0 ആണ്. ശിഷ്ടം 1 അല്ല, 0 ആണ് അല്ലേ? 123 എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ ഗുണിതമാണ്. ഇനി അങ്ങനെ ഹരിച്ചു നോക്കാതെ പെട്ടെന്ന് നോക്കിയാലും മതി. 1 2 3 3 3 6 6 3ന്റെ ഗുണിതമാണ്. ശിഷ്ടം എന്തായാലും 1 വരില്ല അല്ലേ? 6 3ന്റെ ഗുണിതമായതുകൊണ്ട് ശിഷ്ടം 0 ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്? 123 is not a term of the sequence എന്നാണ്. 123 ഈ ശ്രേണിയിലെ പദമല്ല. How do you know this? How do you know this? എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായത് 123നെ എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 1 കിട്ടുന്നില്ല. ശിഷ്ടം 0 ആണ് കിട്ടുന്നത്, 1 കിട്ടുന്നില്ല. 1 കിട്ടിയാൽ മാത്രമേ സീക്വൻസിലാവുള്ളൂ അല്ലേ? 1 കിട്ടിയാൽ മാത്രമേ ആ സീക്വൻസ്, ആ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു പദമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആൻസർ എഴുതേണ്ടത് 123 is not a term of the sequence because if we divide 123 by the common difference 3, എന്താണ്? We will not get the remainder 1. ക്ലിയർ? അതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അതായത് 123 ഈ സമാന്തര ശ്രേണിയിലെ പദമല്ല. കാരണം 123നെ അതിന്റെ പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 1 കിട്ടുന്നില്ല. ശിഷ്ടം 1 കിട്ടിയാൽ മാത്രമേ ഈ സമാന്തര ശ്രേണിയിലെ പദമാവുകയുള്ളൂ. എല്ലാ പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആണ് കിട്ടുന്നത്. 123നെ പൊതുവ്യത്യാസം 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 1 കിട്ടുന്നില്ല. നിങ്ങളുടേതായ ഭാഷയിൽ അത് എഴുതി വെക്കുക. ക്ലിയർ? നോക്കൂ മക്കളെ, ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഒരു 3 ട്രയാങ്കിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കളേർഡ് ട്രയാങ്കിൾസ് അല്ലെ, കളർ ചെയ്ത ട്രയാങ്കിളുകളെ പറ്റിയാണ്. ആദ്യത്തെ കളർ ചെയ്ത ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് 120 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കളർ ചെയ്ത ട്രയാങ്കിളുകൾ ഉണ്ടാകുന്നത്, ത്രികോണങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ 2 സൈഡുകളുടെ മിഡ് പോയിന്റ്സ് യോജിപ്പിക്കുന്ന ലെങ്ത് ലൈനുകളാണ്. ഇവിടെ 2 സൈഡുകളുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദുക്കള് യോജിപ്പിക്കുന്ന വരയാണ് ഈ കളേർഡ് ട്രയാങ്കിളിന്റെ സൈഡായിട്ട് വരുന്നത്. ഇതാ ഈ 2 സൈഡുകളുടെ മിഡ് പോയിന്റ് യോജിപ്പിച്ചു, വരച്ചു. അതാണ് രണ്ടാമത്തെ സൈഡ്. ഈ സൈഡുകളുടെ മിഡ് പോയിന്റുകൾ, മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോഴാണ് മൂന്നാമത്തെ സൈഡ് കിട്ടുന്നത്. ഇങ്ങനെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും 2 സൈഡുകളുടെ, 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ അല്ലെ, മിഡ് പോയിന്റ്സ് യോജിപ്പിച്ച് കിട്ടുന്ന ആ ലൈൻ ഉണ്ടല്ലോ അല്ലെ, ആ ലൈനിന്റെ ലെങ്ത്, നീളം എന്ന് പറയുന്നത് ഈ 2 സൈഡിന്റെയാണ് മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ലൈൻ എങ്കിൽ മൂന്നാമത്തെ സൈഡിന്റെ നീളത്തിന്റെ പകുതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വരയുടെ ഈ വശത്തിന്റെ പകുതിയാണ് ഈ വശം അല്ലെ, ഈ വശത്തിന്റെ പകുതിയാണ് ഇത്. അതുപോലെ ഈ വശത്തിന്റെ പകുതി നീളമുള്ളതാണ്, ഹാഫ് നീളമാണ് ഇതിനുള്ളത്. അതായത് ഇതിന്റെ സൈഡുകളുടെ ഒക്കെ ഹാഫ് ആണ് ഇതിന്റെ ഈ ചെറിയ ട്രയാങ്കിളിന്റെ, കളേർഡ് ചെയ്ത ട്രയാങ്കിളിന്റെ സൈഡുകൾ. എങ്കിൽ ഇതിന്റെ പെരിമീറ്റർ 120 ആണെങ്കിൽ ഇതിന്റെ എത്രയായിരിക്കും? ഇത് 120 ആണെങ്കിൽ ഇതിന്റെ പകുതിയാണ് എല്ലാ വശങ്ങളുടെയും നീളം. പെരിമീറ്റർ എന്ന് പറയുന്നത് 3 സൈഡുകളുടെയും നീളങ്ങളുടെ തുകയാണ്, സമ്മാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 120 ആണെങ്കിൽ ഇത് അതിന്റെ പകുതി വരേണ്ടതല്ലേ?
അതായത് എത്ര വരും? 60 വരും. ശരിയല്ലേ? ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കൂ. നിങ്ങൾ ഈ കളർ ചെയ്ത ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ആണ് യോജിപ്പിച്ച് വരച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പകുതിയായിരിക്കും അടുത്തതിൽ വരിക. അതായത് 60യുടെ ഹാഫ് ആയിരിക്കും. 60യുടെ ഹാഫ് എത്രയാണ്? 30 ആയിരിക്കും ഇതിന്റെ ചുറ്റളവ്, ഈ ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവ് വരിക. മനസ്സിലായോ? അപ്പൊ 9ാം ക്ലാസ്സിൽ 9th നിങ്ങൾ പഠിച്ച ഒരാശയമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എന്ത്? ഒരു ത്രികോണത്തിന്റെ രണ്ട് സൈഡുകളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ നീളം ആ മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ പെരിമീറ്റർ ഓഫ് കളേർഡ് ട്രയാങ്കിൾസ് ആസ് എ സീക്വൻസ് ആയിട്ട് അതിന്റെ പെരിമീറ്ററുകളെ എഴുതാനാണ് ചോദ്യം. ആദ്യത്തെ പെരിമീറ്റർ 120, രണ്ടാമത്തെ കളർ ചെയ്ത ത്രികോണത്തിന്റെ ചുറ്റളവ് 60, മൂന്നാമത്തെ 30, ഇങ്ങനെ പോകും. ഇതാണ് സീക്വൻസ് അല്ലെ? ഇതാണ് ശ്രേണി. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഇത് സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദ്യം. ആണോ? ശ്രദ്ധിച്ചു നോക്കുക. 120, 60. 120നോട് ഒരു നമ്പർ കൂട്ടിയിട്ട് 60 കിട്ടി. അതായത് 60 വീതം കുറഞ്ഞു അല്ലെ? -60 ആണ് കൂട്ടിയത്. -60 കൂട്ടുമ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടോ? 0 അല്ലേ വരേണ്ടത്? അതേസമയത്ത് ഇവിടെ 30 ആണ്. അപ്പൊ ഒരു സംഖ്യ കൂട്ടിയിട്ടല്ല ഇവിടെ പോയിരിക്കുന്നത്. മറിച്ച് എന്താണ്? 120ന്റെ ഹാഫ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഇത് കിട്ടുക അല്ലെ? ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 30 കിട്ടുക. ശരിയല്ലേ? അതായത് കൂട്ടിയിട്ടല്ല ഈ ശ്രേണി കിട്ടുന്നത്, ഡിവൈഡ് ചെയ്തിട്ടാണ് അല്ലെ? ദി സീക്വൻസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റിപ്പീറ്റഡ് ഡിവിഷൻ അല്ലെ? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ എ നമ്പർ. ഏതാണ് നമ്പർ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഈ സീക്വൻസ് കിട്ടുന്നത്. നോട്ട് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ നമ്പർ അഗൈൻ ആൻഡ് അഗൈൻ. അതായത് ഇതിലെ സീക്വൻസ് കിട്ടുന്നത്, ഈ ശ്രേണി ഉണ്ടാവുന്നത് തുടർച്ചയായ ഒരു സംഖ്യ കൊണ്ട് തുടർച്ചയായി ഹരിക്കുമ്പോഴാണ്, ഒരു സംഖ്യ തുടർച്ചയായി കൂട്ടുമ്പോഴല്ല. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ദിസ് ഇസ് നോട്ട് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ സീക്വൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ബൈ റിപ്പീറ്റഡ് ഡിവിഷനിലൂടെയാണ്. ഒരേ നമ്പർ തന്നെയാണ് ഡിവിഷൻ ചെയ്യുന്നത്. 2 കൊണ്ട് ഹരിച്ചു, ഇവിടെയും 2 കൊണ്ട് ഹരിച്ചു, ഇവിടെയും 2 കൊണ്ട് ഹരിച്ചു, അടുത്തത് കിട്ടും അല്ലെ? 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് അടുത്ത ടേമുകൾ കിട്ടുന്നത്. എന്നാൽ ഒരേ സംഖ്യ കൂട്ടി പോയിട്ടല്ല അടുത്ത പദങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4th ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. 4th ക്വസ്റ്റ്യൻ കാണുമ്പോ വലുതാണെങ്കിലും വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് നന്നായി ശ്രദ്ധിക്കുക. എന്താണ്? സർക്കിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം സെന്ററുള്ള സർക്കിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇത്തരം സെയിം സെന്ററുള്ള സർക്കിൾസിന് പറയുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. ഏകകേന്ദ്ര വൃത്തങ്ങൾ കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഈ കോൺസെൻട്രിക് സർക്കിൾസിൽ അവർ പറയുന്നത് ഏറ്റവും എന്താണ് അതിലെ പ്രത്യേകത? ഇന്നർ സർക്കിൾ ഹാസ് പെരിമീറ്റർ പൈ എന്നാണ്. ഇതിന്റെ പെരിമീറ്റർ, അതായത് ഈ ചെറിയ സർക്കിളിന്റെ, ഏറ്റവും ചെറിയ സർക്കിളിന്റെ പെരിമീറ്റർ പൈ ആണ്, ചുറ്റളവ് പൈ ആണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? സ്പേസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് സർക്കിൾസ് ഈസ് 1. 2 എണ്ണം തമ്മിലുള്ള ഈ വിടവുണ്ടല്ലോ, ഇത് 1 ആണ്. ഇത്രേ 1 യൂണിറ്റ് ആണ്. 2 സർക്കിൾസും തമ്മിലുള്ള വിടവ്, അകലം, ഈ അകലങ്ങൾ 1 ആണ്, 1 യൂണിറ്റ് ആണ്. ഇത് രണ്ടും തമ്മിലും 1 തന്നെ, അടുത്തതും തമ്മിൽ 1 തന്നെ. അതായത് 2 വൃത്തങ്ങൾക്കിടയിലുള്ള അകലം 1 യൂണിറ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. സ്പേസ് 1 യൂണിറ്റ് ആണ്. ഡയമീറ്റർ ഓഫ് സ്മോളസ്റ്റ് സർക്കിൾ ഈസ് 1 എന്നുണ്ട്. ഏറ്റവും ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഇതിന്റെ ചെറിയ സർക്കിളിന്റെ വ്യാസം 1 യൂണിറ്റ് ആണ് എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്മോളസ്റ്റ് സർക്കിൾ? അറിയാലോ അല്ലെ? ഏറ്റവും ചെറിയ വൃത്തത്തിന്റെ ആരം എത്ര എന്നാണ് ചോദ്യം. നന്നായി ശ്രദ്ധിച്ചു നോക്കൂ. ചിന്തിക്കുക, നിങ്ങൾ ആൻസർ എഴുതുക. എന്നിട്ട് ഞാൻ പറയുന്നതാണോ എന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഏറ്റവും ചെറിയ സർക്കിളിന്റെ വ്യാസം 1 ആണ് എങ്കിൽ ഏറ്റവും ചെറിയ സർക്കിളിന്റെ വൃത്തത്തിന്റെ ആരം എത്ര എന്നാണ് ചോദ്യം.
എത്രയായിരിക്കും? വളരെ സിമ്പിൾ അല്ലേ? ഒന്നിന്റെ പകുതി. ഒന്ന് എന്ന് പറഞ്ഞ വ്യാസമാണ്. വ്യാസത്തിന്റെ പകുതിയാണ് ആരം അല്ലേ? അപ്പൊ ഹാഫ് അല്ലേ കിട്ടുന്നത്? അതായത് ഹാഫ് യൂണിറ്റ് ആണ്. ശരിയല്ലേ? ഹാഫ് യൂണിറ്റ് അല്ലെ? 1/2 യൂണിറ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം എന്താ? റൈറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആസ് എ സീക്വൻസ്. ഈ വൃത്തങ്ങളുടെ എല്ലാ ആരങ്ങൾ ശ്രേണിയായി എഴുതുക എന്നാണ് ചോദ്യം. ഏറ്റവും ചെറിയ വൃത്തത്തിന്റെ ആരം ഹാഫ് ആണ് അല്ലെ? അര യൂണിറ്റ് ആണ്. പിന്നെ അടുത്തതിന്റെ ആരം എത്രയായിരിക്കും? ഈ അരയോട് കൂടി ഹാഫിനോട് കൂടി പിന്നെ ഈ സ്പേസും കൂടി കൂട്ടണം അല്ലേ? 1 കൂടി കൂട്ടണം. ഹാഫിനോട് 1 കൂട്ടണം. ഹാഫിനോട് 1 കൂട്ടിയാൽ എത്രയാണ്? 1.5. 1.5. വീണ്ടും ഒരു 1 കൂടി കൂട്ടേണ്ടി വരും. അതായത് 2.5. അടുത്തത് 3.5. അങ്ങനെ പോകും. അകലങ്ങൾ കൂട്ടി കൂട്ടി എഴുതണം. അതായത് ഹാഫ്, 1.5, 2.5, 3.5. മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഇത്. നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. എന്താണിത്? ഹാഫ് 1/2. 1.5 എന്ന് പറഞ്ഞാൽ 3/2 അല്ലെ? 1 into 2, 2 plus 1, 3. 3യുടെ പകുതിയാണ് 1.5. 3/2. അടുത്തത് 5/2. അതുപോലെ 7/2 എക്സെട്ര. ക്ലിയർ? അപ്പൊ എന്താണ് റേഡിയസ്? ആരങ്ങളുടെ ശ്രേണി ഹാഫ്, 1.5, 2.5, 3.5 എക്സെട്ര. അല്ലെങ്കിൽ 1/2, 3/2, 5/2, 7/2 എക്സെട്ര. ക്ലിയർ? ഇതാണ് ആ സീക്വൻസ്, ആരങ്ങളുടെ ശ്രേണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ മക്കളെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ്. ഈസ് ദിസ് an arithmetic sequence? If so, what is the common difference എന്നാണ് ചോദ്യം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ്. ചുറ്റളവുകളുടെ ശ്രേണി എഴുതുക എന്നാണ്. നമുക്ക് ചെറിയ സർക്കിളിന് പൈ ആണ് ചുറ്റളവ് എന്ന് തന്നിട്ടുണ്ട്. പൈ ആണ് ആദ്യത്തെ ചെറിയതിന്. രണ്ടാമത്തെ അതിനെ തൊട്ടുപുറത്തുള്ള വൃത്തത്തിന്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് എത്രയായിരിക്കും? എന്താണ് ചുറ്റളവ് എന്ന് പറയുന്നത്? എന്താണ് സൂത്രം? പൈ ഇൻറ്റു ഡയമീറ്റർ. പൈ ഇൻറ്റു ഡയമീറ്റർ അല്ലെങ്കിൽ പൈ ഇൻറ്റു 2r. ശരിയല്ലേ? 2πr. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ പൈ ഇൻറ്റു വ്യാസം ഉപയോഗിക്കുകയാണെങ്കിൽ പൈനെ ഏതുകൊണ്ട് ഗുണിക്കണം? ആരം എത്രയാണ്? 1.5 യൂണിറ്റ് ആണ്. എങ്കിൽ വ്യാസം 3 യൂണിറ്റ് ആവണ്ടേ അല്ലെ? രണ്ടാമത്തെ വൃത്തത്തിന്റെ ആരം 1.5, 3/2 അല്ലെ? അത് 1.5 എങ്കിൽ 3ന്റെ പകുതി 3/2 ആണെങ്കിൽ അതിന്റെ ഇരട്ടി 3/2ന്റെ ഇരട്ടി 3 അല്ലെ? അപ്പൊ 3π എന്ന് കിട്ടും. അത് 2.5 ആണ് റേഡിയസ്. അതായത് 5/2. 5/2ന്റെ ഡബിള് അതായത് 5 അല്ലേ? 5π എന്ന് കിട്ടും. അടുത്തത് 7π, 7π ഇങ്ങനെ പോകും അല്ലെ? ഇങ്ങനെ ചുറ്റളവ് π, 3π, 5π, 7π. ഇതാണ് സീക്വൻസ്, ശ്രേണി. ക്ലിയർ അല്ലേ? ചുറ്റളവ് കാണാനുള്ള സൂത്രം പൈ ഇൻറ്റു വ്യാസമാണ്. അല്ലെങ്കിൽ പൈ ഇൻറ്റു വ്യാസം എന്നുള്ളത് 2r ആണ്, 2πr അല്ലെ? അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ആശയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റളവുകളുടെ ശ്രേണി കിട്ടും. ഇനി ഇത് സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദ്യം. ഇത് സമാന്തര ശ്രേണിയാണോ? പൈനോട് 3πയിലേക്ക് എത്താൻ എത്ര ഏഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു പൈനോട് 2π കൂട്ടിയിട്ടുണ്ടാവും അല്ലെ? 3πയിലേക്ക് എത്താൻ. 3πയിൽ നിന്ന് 5πയിലേക്ക് എത്താനോ 2π തന്നെയല്ലേ കൂട്ടിയത്? ഇതിൽ നിന്ന് ഇതിലേക്ക് എത്താനും 2π തന്നെയാണ് കൂട്ടുന്നത്. അതായത് ഏഡ് ചെയ്ത് പോകുന്നത് 2π ആണ്. ശരിയല്ലേ? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. ബിക്കോസ് 2π added again and again. ശരിയല്ലേ? പൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2π വീണ്ടും കൂട്ടി പോകുന്ന ഒരു ശ്രേണിയാണ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്നും ചോദ്യമുണ്ട്. ഏത് സംഖ്യയാണ് നമ്മൾ കൂട്ടി പോയത്? 2π ആണ്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എന്ത് എഴുതാം? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര എഴുതും? 2π എന്ന് എഴുതാം. ക്ലിയർ? നോക്കൂ മക്കളെ, വർക്ക്ഷീറ്റ് 3-ലെ 5th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് ഈക്വിലേറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 2 cm, 4 cm, 6 cm, etc. ക്ലിയർ?
ഇനി റൈറ്റ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾസ് എസ് എ സീക്വൻസ്. ഇതൊരു സമഭുജ ത്രികോണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2 സെന്റിമീറ്റർ, 4, 6 എന്നിങ്ങനെ പോകുന്നു അതിന്റെ സൈഡുകൾ. ചോദ്യം ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾസ് എഴുതാനാണ്. അതായത് ഈ സമഭുജ ത്രികോണങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി എഴുതണം. അങ്ങനെയാണെങ്കിൽ എന്താണ് സമഭുജ ത്രികോണത്തിന്റെ ഉയരം കാണുക എങ്ങനെയാണ്? ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? 9th പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി അത് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളിത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് വന്ന് മുട്ടുന്നത് ഹാഫ് മിഡ് പോയിന്റിലാണ് എന്നും, അതുകൊണ്ട് ഈ സൈഡ് 2 ആണെങ്കിൽ ഇത് 2 ആണെന്നും ഇത് 1, ഇതിന്റെ ഹാഫ് 1 ആണെന്നും നിങ്ങൾക്കറിയാം. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. എങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പൈതഗോറസ് തിയറം പ്രകാരം ഉയരം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്നാണ്. അതായത് ഓൾട്ടിറ്റ്യൂഡ് കിട്ടുന്നതിനെ റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ 2 സ്ക്വയർ 4 മൈനസ് ബേസ് സ്ക്വയർ 1, അതായത് റൂട്ട് 3 എന്ന് വരും. ക്ലിയർ? റൂട്ട് 3 ആണ് ഇതിന്റെ ഹൈറ്റ് കിട്ടുന്നത്. ഇതിന്റെ ഹൈറ്റ് റൂട്ട് 3 ആണ്, ഓൾട്ടിറ്റ്യൂഡ് റൂട്ട് 3 ആണ്. ഇതിന്റെയോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആണ്, ഇവിടെ 2 ആണ്. എങ്കിൽ റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അല്ലേ? റൂട്ട് 12. അതായത് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 12 എന്ന് പറഞ്ഞാൽ 4 × 3 ആണ്. റൂട്ട് 12 എന്ന് പറയുന്നത് 4 × റൂട്ട് 12, റൂട്ട് ഓഫ് 4 × 3 ആണ്. അതായത് 2 റൂട്ട് 3 ആണ്. 4 റൂട്ട് 4 2 അല്ലേ? അപ്പോൾ 2 റൂട്ട് 3 ആണ് എന്ന് കിട്ടും. ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ത് വരും? ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ് അല്ലേ? അതായത് 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 30 സ്ക്വയർ 36 മൈനസ് 9 27. 27 എന്ന് പറയുന്നത് 9 × 3 ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ ക്ലാസ്സിലുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. റൂട്ട് 27 എന്ന് പറയുന്നത് 3 റൂട്ട് 3 ആണ് എന്ന് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? സ്വയം ചിന്തിച്ച് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എന്താണ്? റൂട്ട് 3, 2 റൂട്ട് 3, 3 റൂട്ട് 3 എക്സെട്ര. 3 റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1 റൂട്ട് 3. ക്ലിയർ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ നമ്പർ ആണോ ഇത് പോകുന്നത്? 1 റൂട്ട് 3 എന്ന 2 റൂട്ട് 3 ആവാൻ എത്ര ആഡ് ചെയ്യണം? 1 റൂട്ട് 3. ഒരു റൂട്ട് 3യോട് ഒരു റൂട്ട് 3 ആഡ് ചെയ്യുമ്പോഴാണ് 2 റൂട്ട് 3 കിട്ടുന്നത്. കണ്ടോ? 1 റൂട്ട് 3യും 1 റൂട്ട് 3യും ആഡ് ചെയ്യുമ്പോഴാണ് 2 റൂട്ട് 3 കിട്ടുന്നത്. അതായത് ഇവിടെ ഒരു റൂട്ട് 3 ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 2 റൂട്ട് 3യോട് ഇതിലേക്ക് എത്താൻ ഒരു റൂട്ട് 3 ആഡ് ചെയ്തിട്ടാണ് 3 റൂട്ട് 3യിലെത്തിയത്. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. എന്താണ് കോമൺ ഡിഫറൻസ്? റൂട്ട് 3 ആണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം റൂട്ട് 3യിൽ നിന്ന് തുടങ്ങി റൂട്ട് 3 ആഡ് ചെയ്തു പോകുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്തു പോകുന്ന ഒരു സീക്വൻസ് ആണ് ഇത് അല്ലേ? റൂട്ട് 3ൽ നിന്ന് തുടങ്ങി റൂട്ട് 3 വീതം കൂട്ടി കൂട്ടി എഴുതുന്ന ഒരു ശ്രേണിയാണ് ഇത്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് റൂട്ട് 3 ആയിരിക്കും. കോമൺ ഡിഫറൻസ് റൂട്ട് 3 ആയിരിക്കും. ക്ലിയർ? പൊതുവ്യത്യാസം റൂട്ട് 3 ആയിരിക്കും. ഇത്രയാണ് ഇതിന്റെ ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ ഒരു പോയിന്റ് മാത്രമാണ് ഈ ഓൾട്ടിറ്റ്യൂഡ് കാണുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എങ്കിലേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ സാധിക്കും. നോക്കൂ മക്കളെ, ഇവിടെ 5th ക്വസ്റ്റ്യനിലെ ബി പാർട്ട് എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 10th ട്രയാങ്കിൾ എന്നാണ് ചോദ്യം. 10th ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ്, 10ാമത്തെ ത്രികോണത്തിന്റെ ഉയരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമ്മളെ കണ്ടു ഇതിലെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു റൂട്ട് 3, 2 റൂട്ട് 3, 3 റൂട്ട് 3 എന്നിങ്ങനെയാണ് അല്ലേ? ഒരു റൂട്ട് 3, 2 റൂട്ട് 3, 3 റൂട്ട് 3 എങ്ങനെയാണ് അല്ലേ? അതായത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഓൾട്ടിറ്റ്യൂഡ് 1 റൂട്ട് 3, സെക്കൻഡിന്റെ 2 റൂട്ട് 3, തേർഡിന്റെ 3 റൂട്ട് 3 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ 10th ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? 10th ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 റൂട്ട് 3 ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും
ശരിയല്ലേ? 10√3 യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് റൈറ്റ് ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് ദിസ് പെരിമീറ്റേഴ്സ് എന്നാണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഈസ് ദിസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, പെരിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് തന്നെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യമായതുകൊണ്ട് എന്തായിരുന്നു? 3 വശങ്ങളുടെയും ലെങ്ത്തുകൾ കൂട്ടിയാലാണ് അല്ലേ? 3 into സൈഡ് വെച്ചാൽ നിങ്ങൾക്ക് പെരിമീറ്റർ കിട്ടും. അതായത് ഇവിടെ 2 ആണ് സൈഡ് എങ്കിൽ 3 into 2 6. അടുത്തത് ഇവിടെ 4 ആണ് സൈഡ് എങ്കിൽ 4 into 3 into 4 അതായത് 12. നെക്സ്റ്റ് 3 into 6 18 എന്നിങ്ങനെ വരും. ക്ലിയർ? പക്ഷേ നമുക്ക് 6 12 18 എക്സെട്ര എന്നതാണ് സീക്വൻസ്. ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ നോക്കുക. 6ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ, 6ന്റെ ഗുണിതങ്ങളല്ലേ, 6 വീതമാണ് ഇവിടെ കൂടി പോകുന്നത്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് തന്നെ എഴുതേണ്ടി വരും അല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് 6 ആണ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്, കാരണം ഇതിന്റെ പൊതുവ്യത്യാസം 6. ഇതിന് പൊതുവ്യത്യാസമുണ്ട്, ഇത് 6 ആണ് എന്ന് എഴുതിയാലും മതി. ക്ലിയർ അല്ലേ? അപ്പൊ 6 12 18 is a arithmetic sequence because common difference equal to 6. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരേ 6 ആഡ് ചെയ്തു പോകുന്ന ഒരു സീക്വൻസ് ആണ് ഇത് എന്ന് എഴുതാം. ക്ലിയർ? നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വർക്ക്ഷീറ്റ് 3യിലെ 5 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത വർക്ക്ഷീറ്റ് 4മായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.